ജഗതിയുടെ നവരസങ്ങൾ പോലെ എന്നെ കണ്ടിട്ടെന്തെങ്കിലും കുഴപ്പമൊന്നും വെള്ളം വെള്ളം സൈലന്റ് laughter ബെസ്റ്റ് എഫക്റ്റീവ് laughter ആണ്. നമ്മുടെ ബോഡി എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്ത laughter ആണ്. നമ്മൾ ഫോണിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തല്ലേ ഇടയ്ക്കിടയ്ക്ക് ഫോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഫോണിലാണ് ക്ലിയർ. സൈലന്റ് laughter നമുക്ക് കരിയറിൽ പ്രാക്ടീസ് ചെയ്യാൻ ലാഫ് അറ്റാണ്. ഞാൻ എൻ്റെ ബുക്കിൽ ലാഫ് അറ്റ് യുവർസെൽഫ് ആൻഡ് ഫൈൻഡ് ജോയ് ഇൻ ലൈഫ്. എൻ്റെ മെയിൻ സംഭവം തീം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മിസ്ഹാപ്സ്, അബദ്ധങ്ങള്, മിസ്റ്റേക്സുകള്, കുഴപ്പങ്ങളെല്ലാം വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ട് കണ്ട് ജസ്റ്റ് ചിരിക്കുക. ചിരിച്ചു കഴിയുമ്പോൾ ആ സംഭവം ലഘൂകരിക്കപ്പെടും. പ്രശ്നം സോൾവ് ചെയ്ത് പോകുന്നതല്ല, ഡിസോൾവ് ചെയ്ത് പ്രശ്നം ലഘൂകരിക്കപ്പെടും. ലാഫ് അറ്റ് യുവർസെൽഫ് ആൻഡ് ഫൈൻഡ് ജോയ് ഇൻ ലൈഫ്. അപ്പോൾ നമ്മളത് പരിശീലിക്കുന്നത് എന്താണ്? ലാഫ് എലോൺ. അല്ല ഞാൻ ഫുള്ള് ക്യാമറയിലായിരുന്നു. ഈ ഫോണിൽ ഫോട്ടോ എടുത്തോ ഭയങ്കര ക്ലാമറ. അപ്പൊ ഒന്ന് എടുത്തോളം ചോദിച്ചല്ലോ. എന്താ ഒന്നും കിട്ടിയില്ലേ? അല്ലല്ല, ഇതിങ്ങനെ ഓരോരുത്തരുടെ എന്താ എല്ലാവരും ഒരുമിച്ച് അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. ഐഡന്റിഫൈ യുവർ സ്ട്രെസ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ ഈ സമയത്ത് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓർക്കാറുണ്ട് ഈ സമയത്ത് എന്നെ അലട്ടുന്ന ഏറ്റവും പ്രശ്നം എന്താണ്? നമ്മൾ ആലോചിക്കാറുണ്ടോ? ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഡോക്ടർ നമ്മള് ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ചിന്തിക്കാറുണ്ട് സമയത്ത് ഞാൻ ഇപ്പോഴും സോൾവ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്, മെയിൻ പ്രശ്നം എന്താണുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്താണ്, നമ്മളെന്താണ് അടുത്ത് സോൾവ് ചെയ്യാനുള്ള പ്രശ്നം എന്താണ്. അത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ സ്ട്രെസ് വരുന്നത് എങ്ങനെയാണ്? നമ്മള് നോർമൽ യൂഷ്വൽ ലൈഫ് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴോ സംഭവിക്കാമെന്നുള്ളൂ നമ്മൾക്ക് സ്ട്രെസ് വരും. ഈ സ്ട്രെസ് വരുമ്പം എന്ത് ചെയ്യും? അത് നമ്മുടെ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മളെ അഫക്ട് ചെയ്യും. നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കലി നമ്മുടെ ഫിസിക്കൽ അഫക്ട് ചെയ്യും. നമ്മുടെ മേ ബി ഡൈജഷൻ കുറയും, ഹാർട്ട് റേറ്റിന്റെ കൂടും. മെന്റലി അഫക്ട് ചെയ്യുന്നത് നമ്മൾ മാനസികമായിട്ട് തളർന്ന രീതിയിലാവും. അപ്പൊ നമ്മുടെ സ്ട്രെസ് നമ്മൾ ഐഡന്റിഫൈ വാട്ട് ഈസ് യുവർ സ്ട്രെസ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച തൊട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിലും സാർ ഇതുപോലെ എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ മാസം എനിക്കൊരു ഫ്രോഡുലൻ കോള് വന്നു. അപ്പൊ ഞാൻ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കയറുന്ന വഴി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് കോള് വന്നത്. അറിയാതെ എടുത്തുപോയി. ട്രായിൽ നിന്നാണ് കോള് വന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഇങ്ങനെ വിർച്വലി അവരിങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായി. ഞാൻ ചെയ്ത കുറ്റമല്ലല്ലോ, ഞാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട് ഒരു നമ്പർ എടുത്തേക്കുന്നു, അത് മണി ലോണ്ടറിങ് നടത്തിയിരിക്കുന്നു, 64 കോടി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് കോള് വന്ന അവസാനം നമുക്ക് ചിന്തിക്കാൻ സമയം തരില്ല. എനിക്കെതിരെ CBIയുടെ റിപ്പോർട്ട്, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് എല്ലാം, ട്രായിൽ നിന്നടക്കം എല്ലാം. അവസാനം നിങ്ങൾ ഹൗസ് അറസ്റ്റിലാണ്, നിങ്ങൾ അനങ്ങരുത്, ചിരിക്കരുത്, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, ഭാര്യ പോലും അറിയരുത്, നിന്റെ നിഴല് പോലും അറിയരുത്, എപ്പോൾ വിളിച്ചാലും നാഷണൽ സെക്യൂരിറ്റി സേഫ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവൻ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ ആലോചിച്ചു, ഞാനെന്തിനു ഈ സ്ട്രെസ് എടുക്കുന്നത്? ഞാൻ കുറച്ച് നേരം ഒരു കരോക്കെ ഗാനമേളയുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഒരു 3-4 പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ട്രെസ് പോയി. ഞാൻ പോയി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? ഞാൻ പറഞ്ഞ ഐ ആം സിംഗിങ്.
എന്നടിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അപ്പോഴേക്കും എന്റെ മനസ്സ് തെളിഞ്ഞു. അപ്പൊ 10:30 ആയപ്പോഴേക്കും രാത്രി